ഇവരുടെ ഈ വഖഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടികളിൽ ഈ പറഞ്ഞതുപോലെ ഒരു 75% വസ്തുവിനും അവർക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നൗ സിറ്റുവേഷൻ ഹാസ് കം ടു ദാറ്റ് സ്റ്റേറ്റ് വേർ ദേ ആർ കൺസ്ട്രെയിൻഡ് ടു പ്രൂവ് ദ ബർഡൻ ഓഫ് പ്രൂഫ് അവരെ വരെ ഒന്ന് ഇരിക്കുക. അതാണ് ഇപ്പോ ഈ വാംസി പ്രോപ്പർട്ടിന്റെ പുറകെ പ്രവർത്തിച്ച ബുദ്ധിയുടെ രഹസ്യം. വഖഫ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ് എടുക്കാം. ഒരു കാര്യം അതല്ലായിരുന്നു എന്ന് ഈ 1000 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ തെളിയിക്കും? അപ്പോ ഇതായിരുന്നു ഈ നടന്നു വന്നിരുന്ന ഒരു കാര്യം. അപ്പോ ആ സെക്ഷനെ എത്തേണ്ടത് ഇപ്പോഴത്തെ ഈ വഖഫ് ആക്ടിന് മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോ നമ്മളുടെ അടിസ്ഥാനപരമായ നിയമ ബുക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വഖഫ് ആക്ടില് ഇതിന് മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടെന്ന് എഴുതിക്കഴിഞ്ഞ്, അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ എഴുതാനേ പാടില്ല. ഇദ്ദേഹം എന്നെ എഴുതുന്നത് തൊഴു, ആരും വിശ്വസിക്കില്ല ഞാൻ പറയുന്ന സത്യമാണ്. സാറ് പറഞ്ഞു, കുഞ്ഞെ ഇത് നിങ്ങളുടെ കഴിവാണെന്ന് ഞാൻ കരുതുന്നില്ല, കാരണം ഇതൊരു അമാനുഷികമായ ഒരു പ്രയത്നമാണ് നിങ്ങൾ ചെയ്തത്. അത് ഈ ദേവീ സങ്കല്പം നിങ്ങളോട് പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് അന്ന് സാറ് പറഞ്ഞത്. അപ്പോൾ നമസ്കാരം, സത്യവിജയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് സ്റ്റാലിൻ ദേവൻ സാറാണ്. ഞാൻ ചെറിയൊരു ആമുഖം സാറിനെ പറ്റിയിട്ട് പറയാനായിട്ട് വിചാരിക്കുന്നു. അത് പറഞ്ഞിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സ്റ്റാലിൻ സാർ മെട്രിക്കുലേഷൻ കഴിഞ്ഞ ഉടനെ 17-ാം വയസ്സിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ബിരുദം പൂർത്തിയാക്കി. ജൂനിയർ വാറന്റ് ഓഫീസറായി 20 വർഷത്തെ സേവനത്തിന് ശേഷം 2002-ൽ IAF നിന്ന് വിരമിച്ചു. 2006-ൽ PSC നടത്തിയ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ധനകാര്യ വകുപ്പിൽ ചേർന്നു. 2021-ൽ അണ്ടർ സെക്രട്ടറിയായി വിരമിച്ചു. സെക്ഷൻ 92 CPC കേസുമായി ബന്ധപ്പെട്ട് ഹിന്ദു ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ടിൽ ദീർഘവും വിപുലവുമായ ഗവേഷണം നടത്തി. 13 വർഷത്തോളം നീണ്ടുനിന്ന ഒരു കുടുംബക്ഷേത്ര കേസിന്റെ ഭാഗമായിരുന്നു ഇത്. ഇതുമായി ബന്ധപ്പെട്ട് 5000-ലധികം വിധിന്യായങ്ങളും വിശദമായി പഠിച്ചു. സ്റ്റാലിൻ സർ കേരള ഹൈക്കോടതിയിൽ ഈ കേസ് വാദിക്കുകയും കേസ് വിജയിക്കുകയും ചെയ്തിരുന്നു. പ്രശസ്ത സീനിയർ അഡ്വക്കേറ്റ് SVS അയ്യറാണ് അദ്ദേഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. ശബരിമല കേസിനെ പറ്റി അദ്ദേഹത്തിന്റെ പഠനം വിപുലവും ആഴമേറിയതുമാണ്. അഡ്വക്കേറ്റ് സായ് ദീപക്കുമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ റിവ്യൂ വാദങ്ങൾക്ക് തൊട്ടു മുമ്പ് മാത്രമാണ് അവസരം ലഭിച്ചത്. വഖഫ് ബോർഡിനെതിരെ ദേശീയ തലത്തിൽ ചർച്ചയായ മുനമ്പം കേസ് പഠിക്കുകയും നടത്തുകയും ചെയ്യുന്നു. കേരള ഹൈക്കോടതിയിൽ വിജയിച്ചു. ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിലാണ്. നിലവിൽ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം മൂലം മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് തിരിച്ചറിഞ്ഞ ആദ്യ ഒരുപക്ഷെ ഏക വ്യക്തിയുമാണ്. സ്റ്റാലിൻ സർ, ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്വാഗതം സർ. വിദ്യ ചേച്ചി, ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ സർ, ഇപ്പൊ ഇത്രയും 20 കൊല്ലം ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായ ശേഷം വാട്ട് വാസ് ഇറ്റ് ദാറ്റ് ഡ്രൂ യു ടു ദിസ് ലീഗൽ വർക്ക്? എന്താണ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് അട്രാക്റ്റഡ് യു ടു ദിസ് ലൈൻ? ആക്ച്വലി മാഡം, ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് എൻ എലൈറ്റ് ഫോഴ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ഫോഴ്സ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ 20 വർഷം സർവീസിന് ശേഷം തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫാദർ നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രം ജില്ലയിലെ 3ാമത്തെ പ്രസിദ്ധ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ സെക്ഷൻ 92, അതായത് ഈ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് തീരുമാനിക്കേണ്ട അത്തരത്തിലുള്ള കേസ്, അതൊക്കെ സാധാരണഗതിയിൽ നല്ല വക്കീലന്മാരാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. പയ്യന്മാരൊക്കെ ഒന്നും അറിയാൻ പറ്റാത്തൊരു കേസ്. അപ്പോൾ എൻ്റെ അച്ഛൻ അന്നൊരു മരണശൈലിയിൽ കിടക്കുകയും ഞാൻ വന്നപ്പോൾ കേസ് അച്ഛൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ പിറകുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു. അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും വായിച്ചിട്ടില്ല. അപ്പോൾ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസിഡൻസ്. അപ്പോൾ ആ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപക്ഷെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് കൊണ്ടാവാം എനിക്ക് ആ ജഡ്ജ്മെന്റ് ശരിയല്ലല്ലോ എന്ന് തോന്നുകയും പിന്നെ ആ കേസ് അത് നടത്തിയിരുന്ന വക്കീൽ ഇനി ഇത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത അവസരത്തിൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സിവിൽ അഡ്വക്കേറ്റ് SVS അയ്യർ, വെങ്കട സുബ്രഹ്മണ്യ അയ്യർ സാറിനെയാണ് കേരള ഹൈക്കോടതി ഏറ്റവും ആദ്യമായിട്ട് ചരിത്രത്തിലെ ഡെസിഗ്നേറ്റഡ് സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കാണ് പോയപ്പോൾ അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയും വളരെ നല്ല ഒരു അഡ്വക്കേറ്റുമായി. കാരണം ആരാണ് പറയുന്നത് എന്നൊന്നും പുള്ളി പ്രശ്നമല്ല, എന്താണ് പറയുന്നത് എന്ന് അതുപോലെ പേഷ്യൻ്റ് ഹിയറിംഗ് നമ്മൾ തരുവാണ്.
അപ്പോൾ അവിടെ ചെന്നു, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് എന്നോടൊപ്പം ആദ്യം കുറച്ചുപേരെ കൊണ്ടായിരുന്നെങ്കിലും അവർ ഈ പൈസ സംബന്ധമായ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവർ ജോലി പുറകോട്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ അതിനാ മരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛനോടുള്ള ഒരു ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ഞാൻ കേസ് വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഈ സാറിന്റെ ഗുഡ് ബുക്സിൽ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വയസ്സുള്ള സമയത്തുള്ള ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കീഴ്ക്കോടതി, ട്രയൽ കോടതി ഇതൊരു പ്രൈവറ്റ് ടെമ്പിൾ ആണെന്ന് വിധിച്ചത്. അച്ഛൻ പറഞ്ഞു അതൊരു പബ്ലിക് ടെമ്പിൾ ആണ്. അപ്പോൾ ഞാൻ അതിന്റെ റിസർച്ച് സ്റ്റാർട്ടഡ് ഫ്രം 1923. അപ്പൊ ഇതിന് മുന്നുള്ള ആധാരങ്ങളിലൊക്കെ ഞാൻ പോയി. അങ്ങനെ വന്നപ്പോഴാണ് ഏത് ആധാരത്തിന്റെ അടിയിലാണോ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രൈവറ്റ് ടെമ്പിൾ എന്ന് ട്രയൽ കോടതി വിധിച്ചത് അത് കള്ളപ്രമാണമാണെന്ന് കാണിക്കുന്ന മറ്റൊരു പ്രമാണം എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് SVS അയ്യർ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാറ്, എല്ലാം ഒരു DTP എടുത്തിട്ട്, കാരണം അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ടു, കൊടുക്കും. സാർ ജസ്റ്റ് വായിച്ചു നോക്കും, എന്തെങ്കിലും സംശയം സാറിനോട് ചോദിക്കും, ഞാനിങ്ങ് പോകും. അങ്ങനത്തെ ഒരു കേസ് നടത്തിയത്. പക്ഷെ അന്ന് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. അദ്ദേഹം നമ്മുടെ ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഒരു ലുക്കാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ജസ്റ്റിസ് V. ഗിരി. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചിട്ടപ്പം സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്. ഇദ്ദേഹം എന്നെ യേശുവിന് തൊഴു. ആരും വിശ്വസിക്കില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. സാറ് പറഞ്ഞു, കുഞ്ഞെ, ഇത് നിങ്ങളുടെ കഴിവാണെന്ന് ഞാൻ കരുതുന്നില്ല, കാരണം ഇതൊരു അമാനുഷികമായ ഒരു പ്രയത്നമാണ് നിങ്ങൾ ചെയ്തത്. അത് ഈ ദേവീ സങ്കല്പം നിങ്ങളോട് പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് അന്ന് സാറ് പറഞ്ഞത്. പിന്നെ ഞാൻ സാറോട്ട് വളരെ അടുപ്പമായിരുന്നു. എൻ്റെ മകന് നുവാൽസില് ഫ്ലാറ്റ് പരീക്ഷ എഴുതി LLBക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ സാറിന്റെ അടുക്ക കൊണ്ടുപോയി ദക്ഷിണയെ കൊടുത്തിട്ടാണ് അവനെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ കേസ് നടക്കുന്ന അവസരത്തിൽ എനിക്ക് നല്ലൊരു ലീഗൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമാവുകയും ഞാൻ വളരെ കാര്യമായിട്ട്, സാധാരണ എല്ലാവർക്കും തോന്നുന്നത് താല്പര്യം അല്ല ഈ നിയമം പഠിക്കാൻ, കാരണം പെട്ടെന്ന് നമ്മൾ ദൂരോട്ട് മാറി നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ആ നോളജിൽ ഞാൻ സന്തുഷ്ടനാവുകയും ചെയ്തു. വേറെ ഒന്നും വേണ്ടായിരുന്നു, എനിക്ക് കൂടുതൽ നിയമം അറിയണം. അപ്പോ ഞാൻ ലോയ്ക്ക് അഡ്മിഷൻ എടുത്തത് കേരള ലോ അക്കാഡമിയിൽ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു, യു ആർ എ ബോൺ അഡ്വക്കേറ്റ്. അപ്പോ ആ ഡിഗ്രിയെ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ഡിഗ്രി ആയിട്ട് മനസ്സാ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ പഠിത്തം ഉപേക്ഷിക്കുകയും, പക്ഷെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ നിരന്തരം ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും പ്രമാദമായ കേസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പഠിക്കുകയും അതിൽ ഒരു പ്രാവീണ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സാധാരണ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം പ്രാക്ടീസിന് വേണമെങ്കിൽ പോവുകയാണെങ്കിൽ ഒരു യങ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമേ പഠിക്കൂ. ഇപ്പൊ ക്രിമിനലാണെങ്കിൽ അതിന്റെ പിറകെ മാത്രം, സിവിലൊന്നും അവർക്ക് ബാധകമായി ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ഫീൽഡിലോട്ടും പോകാനും, കാരണം ഇന്ന് പഴയ കാലമല്ല, നമുക്ക് ഗൂഗിളിലും ChatGPT-യിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ പഠനം വളരെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നവാബ് രാജേന്ദ്രൻ. കാരണം പുള്ളിയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ ത്രില്ലടിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ 3 കൊല്ലത്തോളം നവാബ് രാജേന്ദ്രന്റെ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് കത്തിക്കുക. എന്റെ മാത്രം ഒരു അപ്പൊ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും ബട്ട് അവരും എന്നോടൊപ്പം കോപ്പറേറ്റ് ചെയ്തു. അവസാനം പിന്നെയാണ് ഞാൻ ഈ കേസുകളിലേക്ക് നിരന്തരം എനിക്കും പ്രതികരിക്കണം, എവിടെ എന്തുണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കും, അത് കേസിലേക്ക്. അങ്ങനെ എൻ്റെ മകൾക്ക് ദേഷ്യം വന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്ക് വന്നപ്പം നവാബ് രാജേന്ദ്രൻ ബാസ് നോട്ട്, പുള്ളിക്കാരി എടുത്ത് എവിടെ കൊടുക്കണം, അച്ഛനും നവാബ് ബാധിച്ചു എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു താല്പര്യം ഉണ്ടാകുകയും പിന്നെ ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. നിയമം അറിയാവുന്ന ഒരു വ്യക്തിയും നിയമം അറിയാത്ത ഒരു വ്യക്തിയും ഒരേ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ വരുന്ന ഏത് കേസായാലും അതിനെ ഈ നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ആൾക്കാരെ നമുക്ക് കൂടുതൽ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റും. സെക്രട്ടേറിയറ്റിലെ എല്ലാവരും പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ലോ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഫിനാൻസിലും GAD-യിലൊക്കെ വരുമ്പോൾ ഈ നിയമം അറിയില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് അവർക്ക് ഇതുപോലെ നേരെ ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടും. അപ്പൊ അങ്ങനെയാണ് ഈ അയ്യർ സാറിനെ എൻ്റെ ഗുരുവായിട്ട് മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്നും 10-25 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളത്
അദ്ദേഹത്തിന്റെ പേര് എന്റെ മനസ്സിൽ മോശമാക്കാൻ ഞാൻ പാടില്ല. ഞാൻ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിയമപരമായ അഭിപ്രായം പറയൂ. ഇതാണ് ഞാൻ ഈ നിയമത്തിലേക്ക് വരാനുള്ള ഒരു കാരണം. അതെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടിയിരുന്നത് സാറിനെ ഒരു നിയമവിദഗ്ധൻ എന്നാണ് ഒരുപക്ഷെ അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത്. അല്ല, നമുക്ക് ഈ പിന്നെ ഞാൻ പറയില്ലേ, ഈ നിയമം അറിയണമെന്നില്ല. ഇന്ത്യയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ലോ ഗ്രാജുവേഷൻ ഇല്ലായിരുന്നു. വാൻഷു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1958 അദ്ദേഹം ഇന്ത്യയുടെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയി. അപ്പൊ നമുക്കൊരു പേരിന് വേണ്ടി ഒരു ലോ സർട്ടിഫിക്കറ്റ് ഉള്ളതിനേക്കാളും നമുക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പരമ പ്രധാനമായ കാര്യം. ഇപ്പോ ഇന്ന് കണ്ടംപററി വേൾഡിൽ ഒരു നിയമ ഡിഗ്രി കിട്ടാൻ നമ്മളെ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം പോലും ക്ലാസ്സിൽ പോകാതെ അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കും നിയമ ഡിഗ്രി. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു നിയമ ഡിഗ്രിയിൽ എനിക്ക് വിശ്വാസമില്ല. അതിന്റെ അത്യാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ മറ്റൊരാളുടെ കേസ് വാദിക്കണമെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും. നമ്മൾ വഖഫിലേക്ക് വരാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ സംസാരിച്ചിരുന്നു വഖഫ് മുനമ്പം കേസ് നടക്കുന്നതിനൊക്കെ പറ്റിയിട്ട്. വഖഫ് ഒരു പഴയ നിയമമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ 95 വന്ന ഭേദഗതികളാണ് അതിനെ കുറച്ച് കൂടുതൽ അപകടകാരിയാക്കിയതെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാവുന്നതെന്ന് ഒന്ന് പറയാമോ? ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 300A പറയുന്നത് ഒരാളുടെ ലാൻഡഡ് പ്രോപ്പർട്ടി ഏതെങ്കിലും കേസിൽപ്പെടുകയും ആ കേസിൽ ഒരു വ്യക്തിക്ക് എതിരെ ഒരു ജഡ്ജ്മെന്റ് വന്നാൽ അയാളുടെ വസ്തു അയാൾക്ക് നഷ്ടപ്പെടാം. അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഒരാളുടെ വസ്തു ഏറ്റെടുക്കുകയാണ് എങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും കോമ്പൻസേഷൻ കിട്ടും. അപ്പോഴും അദ്ദേഹത്തിന് തന്റെ വസ്തു നഷ്ടപ്പെടാം. പക്ഷേ ഇവിടെ നോക്കൂ, ലെറ്റ് us take the case of മുനമ്പം. മുനമ്പത്തെ ജനങ്ങൾ ഒരു കോടതി വിധിയും അവർക്കെതിരെ ഇല്ല. അവരുടെ വസ്തു അല്ല. അവരുടെ വസ്തു ഏറ്റെടുത്തത് ലാൻഡ് അക്വിസിഷൻ മുഖാന്തരം അല്ല. അവർക്ക് 5 പൈസ കോമ്പൻസേഷൻ കിട്ടിയതും ഇല്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ വിർച്വലി ദേ ഹാവ് ലോസ്റ്റ് ദെയർ ലാൻഡ് ഇവൻ ദോ ദേ ആർ സ്റ്റേയിങ് ദെയർ. അതായത് വാടക കൊടുക്കാതെ താമസിക്കുന്നത് മാത്രമേ അവർക്ക് ആ വസ്തുവിലുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെല്ലാവരും പറയല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ അവർക്കുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. രണ്ടാമതായിട്ട് ഇങ്ങനെ യൂണിലാറ്ററലായിട്ട് വഖഫ് ബോർഡ് ഒരു വസ്തുവിനെ അത് അഫക്റ്റഡ് പാർട്ടീസ് അറിയാതെ തന്നെ ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിയാമ്പിളിൽ പറയുന്ന എല്ലാ പ്രിയാമ്പിളറി പ്രോമിസസും അവിടെ വയലേറ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് റൈറ്റ് ടു ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അവിടെ നോക്കൂ, അവിടെ ഒരു വേളാങ്കണ്ണി മാതാ പള്ളിയും വഖഫ് ബോർഡും, അവിടെ ഒരു ക്ഷേത്രവും അവർ കൊണ്ടുപോയി. പിന്നെ നോക്കൂ, അവരുടെ പ്രൊഫഷൻ, അവർക്കൊരു പ്രൊഫഷണൽ മീൻപിടുത്തക്കാരാണ്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരിക്കും അവരുടെ കുട്ടികളെ വളർത്തുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് വരെ അവിടെ പോയിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ ഒക്ടോബർ മാസം 10-ാം തീയതി ഹൈക്കോടതിയിലെ ആ ജഡ്ജിമെന്റ് പറയുന്നു, ഈ ജനങ്ങളുടെ മൗലികാവകാശങ്ങളൊക്കെ ഹനിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കൊരു നോട്ടീസ് കൊടുക്കാതെയും ഈ ടു ബി ഹേർഡ് എന്നുള്ളത് ഒരു ഹ്യൂമൻ റൈറ്റാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ രണ്ടും കൂടി ഒരു തർക്കം ഉണ്ടെങ്കിൽ അതിൽ നമ്മളിൽ ഒരാൾ തന്നെ ജഡ്ജിയായി എങ്ങനെ ഇരിക്കും? അതും പാടില്ല എന്നുള്ളതും ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വഖഫ് ബോർഡ് ഈ വസ്തുക്കളെയൊക്കെ വഖഫായി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ മുനമ്പം തന്നെയാണ്. ഇവന്തോ വഖഫ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വസ്തുവിനെ വഖഫ് ബോർഡ് ആണെങ്കിൽ പോലും ഒരു വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അതിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ പറയുന്നു, ഇതിന്റെ സർവേ നടത്തണം, രണ്ടാമതായിട്ട് ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, അഫക്റ്റഡ് പാർട്ടീസിനെ കേൾക്കണം, പിന്നീട് ഈ വസ്തുവിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് കൊടുക്കും. അതുവരെയാണ് അവരുടെ ഡ്യൂട്ടി. അല്ലാതെ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നത് അവരുടെ ഡ്യൂട്ടി അല്ല. ഇത് സർക്കാരിന് കൊടുത്ത് സർക്കാർ അത് ഒഫീഷ്യലി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന നിമിഷം മാത്രമേ അതൊരു വഖഫ് ആകുന്നുള്ളൂ. മുനമ്പത്തിന്റെ കാര്യത്തിൽ ഈ വഖഫ് ബോർഡ് ഈ പറഞ്ഞ ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. രണ്ടാമത്
മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7 നോക്കുകയാണെങ്കിൽ, വഖഫ് ട്രൈബ്യൂണലിലാണല്ലോ ഈ തർക്കങ്ങൾ പരിഹരിക്കുക. അവിടെ പറയുന്നു വഖഫ് ട്രൈബ്യൂണലിന് പവർ അല്ലെങ്കിൽ അധികാരം കിട്ടുന്നത് ഈ വസ്തുവിനെ എപ്പോഴാണോ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ മാത്രം. അപ്പോൾ ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് മുനമ്പം, അവിടെ ഇങ്ങനെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനേ ഇല്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി അത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത്. അപ്പോ എന്നാലും ഇപ്പം വഖഫ് ട്രൈബ്യൂണലിൽ അവിടുത്തെ ആൾക്കാർ പോയി 5-6 കേസുകൾ കൊടുത്തു. അപ്പോൾ എന്റെ കണ്ണിൽ ഈ വഖഫ് ട്രൈബ്യൂണലിന് ആ കേസുകൾ ഒന്നും തന്നെ അഡ്ജുഡിക്കേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. കാരണം ഫോർ വാണ്ട് ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ നോക്കൂ, ഈ വഖഫ് ആക്ട്, ഈ ഡ്രാക്കോണിയൻ നിയമത്തിന് എങ്ങനെയാണ് ആർബിട്രറി ഈ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മൗലികാവകാശങ്ങളും നഷ്ടപ്പെടുക തന്നെയാണ്. കേസ് മുൻപുമാണ്. ഇതിലുള്ള ഭരണഘടനാ വിരുദ്ധതകൾ വീണ്ടും പറയുകയാണെങ്കിൽ, ഇത് ഒന്ന്, ഈ വഖഫ് ആക്ടിന് മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായ നിയമ ബുക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വഖഫ് ആക്ടില് ഇതിന് മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞ്, അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ എഴുതാനേ പാടില്ല. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രൈമറി ലോ ഓഫ് ദ കൺട്രി. അപ്പോ അത് തന്നെയല്ലേ ഈ 300 ആർട്ടിക്കിൾ 300 എക്ക് മുകളിലാണ് വഖഫ് ആക്ട് എന്ന് നമ്മളിപ്പോൾ വസ്തുനിഷ്ഠമായി സംസാരിച്ചു. അതുപോലെ തന്നെ ലോ ഓഫ് ലിമിറ്റേഷൻ ഇല്ല. നമ്മളിപ്പോ ഒരു സാധാരണ സിവിൽ കേസാണ്, തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ 12 വർഷത്തിനകം ടൈം ഉന്നയിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബൈ അഡ്വേഴ്സ് പൊസിഷൻ അലക്യൂഡ് ആയി മാറിപ്പോകും. അപ്പോൾ 1995 ഈ അതുവരെ ലോ ഓഫ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ 12 വർഷം മുമ്പ് വരെയുള്ള ക്ലെയിം മാത്രമേ വഖഫ് ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1995 ആയപ്പോൾ ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്തു മാറ്റി. അപ്പോൾ അതാണ് ഈ തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ടെമ്പിൾ വരെ എടുക്കാനുള്ള ഒരു പവർ ഈ വഖഫ് ബോർഡിന് കൊടുത്തത്. അതുപോലെ തന്നെ ഈ വഖഫ് ബൈ യൂസർ ഏറ്റവും മാരകമായ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിൽ ഉണ്ടായിരുന്നത്. അതായത് മുസ്ലിം നിയമത്തിനടിയിൽ ഈ വഖഫ് ബൈ യൂസർ എന്നൊരു സംഗതി ഇല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ തന്നെ വസ്തുവിനെ എന്നേക്കുമായിട്ട് അള്ളാക്കി ഈ മുസ്ലിം നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പയസ്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഈ പർപ്പസസിന് വേണ്ടി കൊടുക്കുന്നത് മാത്രമേ വഖഫുള്ളൂ. പക്ഷെ 1954 നെഹ്റു എന്ത് ചെയ്തെന്ന് വച്ചു കഴിഞ്ഞാൽ, ഈ അദ്ദേഹം ഒരു പുതിയ വഖഫിനെ കണ്ടെത്തി. എനിക്കറിയില്ല അതിന്റെ റീസൺ എന്താണെന്ന്. അതായത് ആസ് ഓൺ ദാറ്റ് ഡേ വഖഫിന് അല്ലെങ്കിൽ വഖഫിന്റെ പ്രവർത്തനത്തിനെ സഹായിക്കാനായി മറ്റേതെങ്കിലും വസ്തു അന്ന് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെയും വഖഫായി പരിഗണിക്കാം എന്നാണ്. അതാണ് വഖഫ് ബൈ യൂസർ. നമ്മുടെ ഈസ്മെന്റ് റൈറ്റ് പോലെ ഒരാള് ഒരു വസ്തുവിനെ കുറെ കാലത്തേക്ക് ഉപയോഗിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ വഴി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ വഴിയിൽ ഒരു ഈസ്മെന്റ് റൈറ്റ് കിട്ടും. അതുപോലെ വഖഫ് ബൈ യൂസറും ആകാം എന്ന് നെഹ്റു പറഞ്ഞു. അതും സഹിക്കാമായിരുന്നു. അന്നേ ദിവസം ഈ ഏതെങ്കിലും വഖഫിന്റെ പ്രവർത്തനം സഹായിക്കുന്ന വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ 1995 എന്ത് പറ്റി? എന്നെങ്കിലും ഒരു ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് മാറ്റി, എന്നിട്ട് പറഞ്ഞു എന്നെങ്കിലും ഒരു കാലത്ത് വഖഫായി അല്ലെങ്കിൽ വഖഫിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹായകരം ആകത്തക്ക രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അതിന്റെ അത്തരത്തിലുള്ള ഉപയോഗം നിർത്തലാക്കപ്പെട്ടു എങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും അത് വീണ്ടും വഖഫായി. അപ്പൊ എന്താണ് വഖഫ് ബോർഡ് പറയാം? ഈ തമിഴ്നാട്ടിൽ പറഞ്ഞതുപോലെ 1500 വർഷം മുമ്പ് ഇതൊരു വഖഫായിരുന്നു, പിന്നെ അത് വഖഫായി ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഇന്ന് ഞങ്ങൾ വീണ്ടും ക്ലെയിം ചെയ്യുകയാണ് ഇറ്റ്സ് എ വഖഫ്. എന്ത് നിയമവിരുദ്ധമായ നിയമം ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അടുത്തതായിട്ട് ഈ എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു ഒരാൾ എൻക്രോച്ചർ ആണോ അല്ലയോ. അതിനുശേഷം വഖഫ് ട്രൈബ്യൂണലിൽ പോയിട്ട് ഇയാളെ ഒരു എൻക്രോച്ചറായിട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം ഡയറക്ഷൻ കളക്ടർക്കും പോലീസിനും കൊടുക്കുന്നു. ബൈ ഫോഴ്സ് എവിടെ എടുത്തിട്ട് വെളിയിട്ടത്. വേറെ എവിടെയെങ്കിലും നടക്കൂ ഈ സംഘം? ഞാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു വസ്തു വഖഫാണോ അല്ലേ? അതിനുശേഷം ഞാൻ തന്നെ തീരുമാനിക്കുന്നു അയാൾ എൻക്രോച്ചർ ആണോ അല്ലേന്ന്. പിന്നെ ഒക്കെ ഞാൻ സ്റ്റേറ്റ് മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്, കളക്ടറും പോലീസും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വഖഫ് ആക്ടിലെ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ.
പക്ഷേ അത് സമയത്ത് ആരും ഡിക്റ്റേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഹരിശങ്കർ ജെയിൻ സാർ, പുള്ളിയൊക്കെ 13 കൊല്ലം മുമ്പേ ഇതിനെപ്പറ്റി കേസ് കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ഹിന്ദുക്കൾ കൊടുത്ത കേസായതുകൊണ്ട് സുപ്രീം കോടതി അതിലേക്ക് എടുത്ത് ഹൈക്കോടതികളിലേക്ക് അയച്ചു. ഇപ്പം മുസ്ലിങ്ങൾ ഈ കേസ് ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കൊടുത്തപ്പോ സുപ്രീം കോടതി തന്നെ ഇത് പരിഗണിക്കാൻ തയ്യാറാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ they were compelled to consider also those cases which were earlier sent to high courts. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എല്ലാ കേസും കൂടി ഒരുമിച്ച് കേൾക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സാർ അത് പറയാൻ വന്നപ്പോൾ ഞാനത് മനസ്സിൽ ഓർത്തതാണ്. അന്ന് കൊടുത്ത അപ്പീലുകളൊന്നും പരിഗണിച്ചിരുന്നില്ല, ഇപ്പോഴാണ് പരിഗണിക്കാൻ പോകുന്നതെന്ന്. അതെ അതെ. ഈ വർഷം ഇപ്പൊ വഖഫ് പുതിയ നിയമ ഭേദഗതി നിയമം പാസ്സായി. ആ പാസ്സായതിൽ സാർ പറഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് അതിലൊരു സൊല്യൂഷൻ വന്നു എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുന്നതെന്നൊന്ന് പറയാമോ, ഈ മുമ്പുണ്ടായിരുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെ? ഇപ്പോ ഈ വഖഫ് ബോർഡ് യഥാർത്ഥത്തില് ഈ 1954 തന്നെ ഈ കഴിഞ്ഞ 1995 വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 ആ 40 അതുപോലെ തന്നെ 1954 ഉണ്ടായി. പക്ഷെ അന്ന് അത്തരത്തിൽ ഇവരെന്തെങ്കിലും അതിനടിയെ ആക്ഷൻ എടുക്കുമ്പോൾ ഈ അഫക്റ്റഡ് പാർട്ടിക്ക് സിവിൽ കോടതിയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ആ നിയമപരമായ പരിഹാരം അയാൾക്ക് കിട്ടാൻ ഈ അവിടെ വന്നിട്ട് ബിൽഡൺ ഓഫ് പ്രൂഫ് വഖഫ് ബോർഡിനാണ്, സിവിൽ കോടതിയിലാണെന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നീതി കിട്ടുമായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമായിരുന്നില്ല. 1995 വന്നപ്പോ ഇതേ സെക്ഷൻ, ഈ 1995 സെക്ഷൻ 40 1954 അത് വേർഡിങ് ആണെങ്കിലും നമുക്കവിടെ സിവിൽ കോടതിയിൽ പോകാനുള്ള അവകാശം എടുത്ത് കളഞ്ഞിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ പോകുന്നു. അപ്പൊ വഖഫ് ട്രൈബ്യൂണലിൽ ഈ സിവിൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഒന്നും അതുപോലെ തന്നെ പാലിക്കപ്പെടണം എന്നുള്ള നിർബന്ധം ഇല്ല. അതിനുപരിയായിട്ട് അവിടെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരിൽ നിന്നാണോ ഈ വസ്തു പിടിച്ചെടുത്തത് അവനാണ് തെളിയിക്കേണ്ടത്. ഈ വഖഫ് ബോർഡ് പറയും പോലെ 1000 വർഷം ഇത് വഖഫ് ആയിരുന്നില്ല എന്ന് 1000 വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മൾ തെളിയിക്കേണ്ട ഒരു ഗതികേടിലാണ്. വഖഫ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ് എടുക്കാം. ഒരു കാര്യം അതല്ലായിരുന്നു എന്ന് ഈ 1000 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ തെളിയിക്കും? അപ്പോ ഇതായിരുന്നു ഈ നടന്നു വന്നിരുന്ന ഒരു കാര്യം. അപ്പോ ആ സെക്ഷനെ എത്തേണ്ടത് ഇപ്പോഴത്തെ സെക്ഷൻ 40 ഈസ് നോ മോർ. ഇനി വഖഫ് ബോർഡിന് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലെയിം ഉള്ള പക്ഷം they have to go to the വഖഫ് ട്രൈബ്യൂണൽ. പരാതിക്കാരനായിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ പോകണം, ഇത് വഖഫാണ്. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? പുള്ളി പോകുമ്പോൾ ബർഡൻ ഓഫ് പ്രൂഫ് വഖഫ് ബോർഡിൻ്റെത് ആകും, അല്ലാതെ ഈ എതിർകക്ഷിക്ക് ആയിരിക്കില്ല. അപ്പൊ ഈ സെക്ഷൻ 40 പോയി. രണ്ടാമത് നേരത്തെ പറഞ്ഞിരുന്ന ഈ 108A ഓവർ റൈഡിങ് എഫക്ട് മറ്റുള്ള നിയമങ്ങൾക്ക് മുകളിലായിരിക്കും ഇത് എന്നുള്ളത് പോയി. അതുപോലെ തന്നെ ലോ ഓഫ് ലിമിറ്റേഷൻ തിരിച്ചു കൊണ്ടുവന്നു. ഇനി വഖഫ് ബോർഡിനെ ഒരു വസ്തുവിൽ ക്ലെയിം ചെയ്യണോ എങ്കിൽ അത് 12 വർഷത്തിന് ഉള്ളിലുള്ള കേസുകൾ മാത്രമേ പറ്റൂ. അതിനു മുമ്പുള്ള വസ്തുക്കളെ ഒന്നും തന്നെ പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സെക്ഷൻ 54 55 ഈ നമ്മളെയൊക്കെ എൻക്രോച്ചറായി പ്രഖ്യാപിക്കുക, എന്നിട്ട് അവർ തന്നെ അത് ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് നമ്മളെ പിടിച്ച് ജയിലിൽ ഇടുക, ആ ഒരു പരിപാടിക്കും ഒക്കെ തന്നെ അന്തിമം ആയി. ഇപ്പോൾ ഞാൻ ഈ പുതിയ ഭേദഗതി നിയമം വായിച്ചിടത്തോളം ഒരു 99% നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോഴും എന്റെ ഒരു ഗ്രീവൻസസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വഖഫ് ട്രൈബ്യൂണൽ? ഇപ്പോ ആർട്ടിക്കിൾ 14 ഉണ്ടല്ലോ, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു രീതിക്കുള്ള സിവിൽ കേസിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആനുകൂല്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റിന് വഖഫ് ട്രൈബ്യൂണലിലും ഞാൻ എനിക്കുള്ള റൈറ്റ് ഇല്ലേ? അപ്പോ ഇപ്പോഴും ആ ഒരു വ്യത്യാസം കൂടി എടുത്ത് മാറ്റണം. എന്തെങ്കിലും ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ഉള്ള പക്ഷം സിവിൽ കോടതി പോട്ടെ, പഴയതുപോലെ പോട്ടെ, ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അവിടെ ആർട്ടിക്കിൾ 14 എനിക്ക് കിട്ടും. അപ്പൊ ഇപ്പോഴും നമ്മൾ ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ 3 പേരാണ് ഉള്ളത്. ഒന്നൊരു ഡിസ്ട്രിക്ട് ജഡ്ജി. അപ്പൊ എന്നിട്ട് ഈ അവരൊക്കെ പറയുകയും ചെയ്യും, നോക്കൂ അയാൾ ഹിന്ദുവാണ്, അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയാണ്, ഇല്ല പുള്ളി മുസ്ലിമിന് വേണ്ടി തീരുമാനിക്കില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന മറ്റൊരാൾ ഒരു മുസ്ലിം മത പണ്ഡിതൻ, പിന്നെ ഒന്ന് ADM-ൽ കുറയാത്ത ഒരു
ഓഫീസറുമാണ്. സപ്പോസ് നല്ല പ്രായത്തിൽ ഒരു വ്യക്തി ഡൈയിങ് ഹാർനസിൽ കയറുകയാണെങ്കിൽ റിട്ടയർ ആകാറാകുമ്പോൾ പുള്ളി റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി ഒരു ADM ആയി മാറിയേക്കാം. അവരെന്ത് വിവരം കാണും? നമ്മുടെ പ്രോപ്പർട്ടി ടൈറ്റിൽ തീരുമാനിക്കുന്നതിൽ പുള്ളിക്ക് എന്ത് റോളുണ്ട്? അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതന് എന്ത് റോളാണ് ഉള്ളത്? അപ്പൊ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ അത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവരാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഭരണഘടനാ വിരുദ്ധതയൊക്കെ തന്നെ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇല്ലാതായി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരുപക്ഷെ ഇപ്പൊ ഉള്ള അപ്പീലുകളിൽ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം. സുപ്രീം കോടതിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈ അത് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ, അത് പാർലമെന്റിന് മാത്രമേ തീരുമാനിക്കൂ. ശരി 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 ശരി. ഇത് ചേച്ചി ചോദിച്ചോ. ഇപ്പൊ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 75% ശതമാനം വഖഫ് പ്രോപ്പർട്ടീസ് ദേ ഹാവൻ ബീൻ രജിസ്റ്റേർഡ് ഈ നമ്മുടെ ഈ വംസി പോർട്ടലിൽ. അപ്പൊ അതിന് വാട്ട് ഇസ് ബീങ് ഡൺ വിത്ത് ദോസ് പ്രോപ്പർട്ടീസ്? ആർ ദേ ബീങ് റിട്ടേൺഡ് ഓർ എങ്ങനെയാ, ഹൗ ഇസ് ദാറ്റ് ബീങ് ഡെൽറ്റ്? ഇൻഫാക്ട് 1913 മുതൽ മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടായിരുന്നു. 1930 മുതൽ. അന്ന് മുതൽ തന്നെ ഈ രജിസ്ട്രേഷൻ ഓഫ് വഖഫ് ഇറ്റ് വാസ് മാൻഡേറ്ററി. ആദ്യം 1954 വഖഫ് ആക്ട് വന്നതിന് ശേഷമാണ് ഈ വഖഫ് ബോർഡ് വരുന്നത്. അതിനു മുമ്പ് ഇത് കോടതി മുഖാന്തരം ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കണമായിരുന്നു. പക്ഷേ ആരും ഇതിനൊരു രജിസ്ട്രേഷൻ നടത്താൻ വലിയ താല്പര്യമൊന്നും ചെയ്തില്ല. കാരണം അതിന് ഡോക്യുമെന്റും കാര്യങ്ങളും കോടതി ഇപ്പോൾ ഇതൊക്കെ തെളിയിക്കൂടെ വേണം. അപ്പോൾ അതിനെക്കാര്യം എളുപ്പമല്ല ഇത് വഖഫാണെന്നും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. 1954 രജിസ്ട്രേഷൻ കമ്പൽസറി ആയി. ഇതിനകത്ത് 1964 ഉണ്ടായിരുന്നു, 1984 ഉണ്ടായിരുന്നു. ഒരുപാട് വഖഫ് നിയമങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ടും എവരാരും ഈ വഖഫ് ബോർഡ് ദേ വേർ നോട്ട് ബോതേർഡ് ടു ഗെറ്റ് ദ റിയൽ വഖഫ് പ്രോപ്പർട്ടീസ് രജിസ്റ്റേർഡ്. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പോൾ ഇവർ വിചാരിച്ച് കാലാകാലം ഇതങ്ങനെ പോകും. 1955 വളരെ കൃത്യമായിട്ട് സെക്ഷൻ 82 പറഞ്ഞിരുന്നു, ഇനി മേലാൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അത്തരം വസ്തുക്കൾക്ക് ഭാവിയിൽ ഒരിക്കലും തന്നെ ഒരു വഖഫിന്റെ ക്യാരക്ടർ നിയമപരമായി അനുവദിച്ചിട്ടില്ല. പക്ഷേ ഈ കോൺഗ്രസ് ഗവൺമെന്റ് 2013 ആ സെക്ഷനെ വീണ്ടും എടുത്തു മാറ്റി. അതായത് യു ഡോണ്ട് ഹാവ് ടു രജിസ്റ്റർ, യു കണ്ടിന്യൂ എൻജോയിങ് ദിസ് ആസ് എ വഖഫ് പ്രോപ്പർട്ടി. ഇപ്പോൾ വന്നപ്പോൾ പറ്റി ഇതുവരെ വഖഫ് രജിസ്റ്റർ ചെയ്തെങ്കിലും ചെയ്യാത്ത വസ്തുക്കളും ഒക്കെ ആണെങ്കിൽ അതെല്ലാം തന്നെ 6 മാസത്തിനകത്ത് വാംസി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പോ അതിൽ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് അതിൽ രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഡോക്യുമെന്റ്സ് മാൻഡേറ്ററി അല്ല. As far as possible, whatever information you have, please get them registered. To be very frank, the Waqf boards, they are not in a position to furnish those information. ഈ 6 മാസത്തിനകത്ത് ഇതൊക്കെ കണ്ടെത്തി കൊടുക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതാണ് ഇപ്പൊ തെളിയിക്കപ്പെടുന്നത്. അവർ വഖഫ് എന്നും പറഞ്ഞ് നടന്നിരുന്ന വസ്തുക്കളൊന്നും തന്നെ അവർക്ക് ബർഡൻ ഓഫ് പ്രൂഫ് വന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ. അങ്ങനെയാണ് ഇവർ സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് മാഡം ഒരുപക്ഷെ കേട്ട് കാണും, ഷംനാഥ് എന്നും പറഞ്ഞൊരു പ്രായമായ ഒരു സ്ത്രീ ഉണ്ട് എറണാകുളം. അവരുടെ അച്ഛന്റെ അമ്മയുടെ അച്ഛനാണ് ആദ്യമായിട്ട് മുനമ്പം പാട്ടത്തിന് മഹാരാജാവ് 1915 കൊടുത്തത്. ഇപ്പൊ അവര് കിടക്കുന്ന സ്ഥലം, അവരെ വീട് വരെ ഈ വഖഫ് ബോർഡ് വഖഫാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അവര് സുപ്രീം കോടതിയിൽ ഇപ്പൊ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിച്ചു, സാറേ ഈ വഖഫ് ബോർഡ് എന്നോട് കുറച്ച് ദിവസമായിട്ട് കുറെ ഡോക്യുമെന്റും ഇൻഫർമേഷനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയും ഇതാണ് ഇതിന്റെ റീസൺ, നിങ്ങൾ യു ഷുഡ് നെവർ ഫർണിഷ് എനി ഇൻഫർമേഷൻ ടു ദം. അതായത് ഇവർ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ വാംസിയിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ഇപ്പോ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. Even though they have possession of properties as waqf, they are not in a position to furnish the relevant information to the Vamsi board. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു you need not to come here for extension. If you want extension, you go to the respective waqf tribunals, they will grant you. അപ്പൊ ഇപ്പോഴും അവർക്ക് ഈ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന്. പക്ഷേ
whether they will be in a position to furnish the relevant information is the question. അതാണ് ഇപ്പോ ഈ ഒരു വലിയ ചർച്ചാ വിഷയം ആകാനുള്ള ഒരു കാരണം. ഞാൻ അതിലൊരു ഇപ്പൊ ഈ രജിസ്റ്റർ ചെയ്യാത്ത പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും കൂടി ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. അത് ശരി. അത് ഇപ്പൊ വരുമ്പോ ഇറ്റ് വിൽ ഇൻവാരിയബിളി ഗോ ടു എ ഡിസ്പ്യൂട്ട്. ഇനി കേസുകളും കാര്യങ്ങളൊക്കെ ആവും. ഇത് ഒരു കക്ഷിയുടെ കയ്യിലിരിക്കുന്ന വസ്തുവായിരിക്കും. അത് അഗ്രീഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ വിൽ ഗോ ഫോർ ഇത് ലീഗൽ റെമഡീസ്. അപ്പോൾ ഇത് കേസുകളിൽ കൂടി ഫൈനലി കോടതികൾ തീരുമാനിക്കും ഈ സാധനം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ ടൈറ്റിൽ ആർക്കാണെന്നും ഒക്കെ കോടതികൾ തീരുമാനിക്കും. അപ്പോൾ ഇപ്പോ വാംസി പോർട്ടലിൽ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കോടതിയിൽ വഖഫാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 10, 100, 250 വർഷം മുമ്പുള്ള വസ്തുക്കളെയൊക്കെ ഒരു രേഖയുടെയും അടിസ്ഥാനത്തിൽ അല്ലാതെ അവർ സ്വമേധയാ യൂണിലാറ്ററലായിട്ട് അവർ തീരുമാനിച്ചു വഖഫ്. പക്ഷേ ഒരു ബർഡൺ ഓഫ് പ്രൂഫിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവരുടെ ഈ വഖഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടികളിൽ ഈ പറഞ്ഞതുപോലെ ഒരു 75% വസ്തുവിനും അവർക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നൗ സിറ്റുവേഷൻ ഹാസ് കം ടു ദാറ്റ് സ്റ്റേറ്റ് വേർ ദേ ആർ കൺസ്ട്രെയിൻഡ് ടു പ്രൂവ് ദ ബർഡൺ ഓഫ് പ്രൂഫ് അവരെ വരെ ഒന്ന് ഇരിക്കുക. അതാണ് ഇപ്പോ ഈ വാംസി പ്രോപ്പർട്ടിന്റെ പുറകെ പ്രവർത്തിച്ച ബുദ്ധിയുടെ രഹസ്യം. ചുമ്മാ ഒരു ഈ ഇന്ത്യയിലെ എല്ലാ വഖഫിന്റെ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടലായിട്ടല്ല, അതിന് പുറകിൽ മറ്റൊരു ബുദ്ധിയും ഉണ്ടായിരുന്നു. ആ ബുദ്ധി പക്ഷെ ഇവർ മനസ്സിലാക്കാൻ താമസിച്ചു.